Oh! ഒരുമിച്ച് വരുന്നില്ല. ഇനി ആരെങ്കിലും വരണോ? Is it sweet? Bloody sweet. Oh! तुरंत उधर रखो. चल. फोन नीचे रख. सुनो. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഇപ്പൊ. क्या चाहिए तुम्हें? रुक रुक. तमिड़ा. निल. ബീജല്ലേ പിക്ക് നല്ല ഷോട്ട്. മറ്റേതല്ലേ ഇത് ലൊക്കേഷൻ? ഡാലഡി ലൊക്കേഷൻ. BGM. ഓ ഷോട്ട്. ബീജിയമും അവിടെ കത്തിച്ച്. മുഖ്യமான செய்தின்னு கடவுளை வேண்டிக்க இல்லை நான் கேசத்துருவேன். யாருன்னு பாரு. ബാഡാസ് BGM. ഫുൾ BGM ആയി വേണ്ട മാറി കണ്ട. BGMന്റെ പൂര ഇല്ലേ? ലിയോ ആ സോങ് കൂടി വരുമ്പോ വേറെ ലെവലായത്. ലുക്ക് ഇപ്പോഴത്തെ ലുക്ക് വരച്ചു നോക്കണം. തെറിക്കാന്നല്ലേ അത് മറ്റേ. ഓ ആ നടത്തണ്ട. ഈ ഷോട്ടാണ് അറിയാം കറക്റ്റ് വിജയണ്ണന്റെ ലുക്ക് വേക്കുന്നത്. രണ്ടുണ്ട്. ഓ ഒരുമിച്ച് വരുന്നില്ല. ഇനി ആരെങ്കിലും വരണോ? ഏകദേശം അതുപോലെ ഉണ്ട് കാണുമ്പോ. പക്ഷെ ആ BGM വന്നപ്പോ രസമൊന്നുമില്ല. ഇവിടെ ക്യാമറ അടിച്ചോണ്ടിരിക്കും. നടക്കുന്നതൊക്കെ തന്നെ. ഇതില് ഹാരോൾഡ് ദാസ് കുറച്ചും കൂടി പാർത്ഥിവൻ 4 പേര്.
ബോക്സ് റെഫറൻസ് അല്ലേ இருந்தா ലിയോ വേറെന്താ ചോപ്പിമ്മ തീർക്കാൻ കാണിച്ചു കൊടുക്കുന്നത് സെറ്റിൽമെന്റ് ആണ്. மொத்த ஊரே போனாலும் பத்தாது. ലിയോ ആ പക്ഷെ പക്ക പഞ്ചല്ലേ. ഇല്ല ഹാരോൾഡ് പോയിട്ടില്ല. അങ്ങനെ പൊക്കൂടായിരുന്നു. അല്ല ഹാരോൾഡ് വെയിറ്റ് ചെയ്ത് ഇട വേണ്ട ആരെങ്കിലും. ആ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ആയുധങ്ങള് സെറ്റാക്കുന്ന ഓ സ്വാഗ് കുട്ടിക്കൊണ്ടുവരാൻ പോണോ ആ ഹിമാചൽ പ്രദേശ്. ആ ഇതേ മറ്റേ ഫോട്ടോ ആ ഇതെന്താ മുൾക്കീരോ? എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് ആയുധങ്ങള്. ഇതല്ല മറ്റേ പാമ്പിനെ വെട്ടിയ സാധനം. Thank you. Is it sweet? Bloody sweet. ഓ It's sweet, bloody sweet. അല്ലേ ആ ആ പക്ക Peace. റെസ്റ്റ് ഇൻ പീസ്. അങ്ങനെ മകനെ അന്വേഷിച്ച് കുറെ നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്ന അച്ഛൻ എത്തുകയാണ് മക്കളെ, എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ക മാസീവ് ഇന്റർവെൽ പഞ്ച് എന്ന് പറയാല്ലേ. കാരണം വെച്ചാല് അങ്ങനെ തുടങ്ങി കറക്റ്റ് ആ സംഭവം സ്ഥലത്തോട്ട് പക്ഷെ എപ്പൊ ഇന്റർവെൽ ആയെന്ന് മനസ്സിലാവുന്നില്ല. ഇല്ല നല്ല ഒഴുക്ക്, ഭയങ്കര ഒഴുക്ക്. ഒരു എഫക്ട് അത് ഞാൻ വിചാരിച്ചത് ഇന്റർവെൽ തന്നെയാണ് അത്. ശരിക്കും നമ്മള് സീൻ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ വിചാരിക്കുമ്പോഴും കണ്ടിന്യൂസ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. അതും ഭയങ്കര ലെങ്തി സീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാണ്ട് കാരണം ലെങ്ത് ആണെന്ന് തോന്നില്ല. ഭയങ്കര ഫാസ്റ്റ് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ്. അതും അവരവർ വരുന്ന സമയത്ത് BGM കൂടി ചേരുന്ന സമയത്തല്ലേ. പ്രത്യേകിച്ച് ഹാരോൾദാസിനെ കാണിച്ചതായാലും നമ്മളെ ആന്റണി ദാസിനെ കാണിച്ചാലും രണ്ടുപേരും പ്രേക്ഷകർക്ക് ഒരു മിനിറ്റ് പോലും ചിന്തിക്കാനായിട്ട് സമയം കൊടുക്കാതെയാണ് ലോകേഷ് കനകരാജ് ഓരോ ഷോട്ടും എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നി. നമ്മൾ ആ ഒരു ഷോട്ടിനെ പറ്റിയിട്ട് വിലയിരുത്തുന്നതിന് മുന്നേ തന്നെ അപ്പുറത്ത് വേറൊരു സംഭവം നമ്മളെ കാണിക്കും. നമ്മൾക്കൊരു മൈൻഡിന് നമുക്കൊരു ചെറിയൊരു ഫ്രീ പോലും തരുന്നില്ല. പാർത്തിപ്പൻ അവിടെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാൾ ഒന്ന് ഫോട്ടോ എടുത്തോണ്ട് അപ്പോഴത്തേക്ക് തന്നെ അടുത്ത ഷോട്ട് കാണിച്ച് അപ്പോഴത്തേക്ക് തന്നെ ഹാരോൾദാസ് കയറി വരും ചെയ്ത് പെട്ടെന്ന് തന്നെ വന്ന് ആള് ഫോട്ടോ തട്ടി പൊട്ടിച്ച് വേഗം തന്നെ വരച്ച് വേഗം കാണിച്ചു. ഹാരോൾദാസ് ഓൾറെഡി ക്രൂരനാന്ന് കാണിച്ച് അവിടെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, മൊത്തത്തിൽ ഇവർക്ക് ഇറക്കാനുള്ള സാധനം കോടാലിയാണ്. അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ്. ഫാമിലിയുടെ തന്നെ മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ്. ഏറ്റവും പോലെ ഇന്റർവെൽ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ലിയോന്റെ സംഭവങ്ങൾ കാണിക്കുന്നത്. ഏറ്റവും രസം എന്ന് പറയുക ബാഡാസ് സോങ് അവിടെ യൂസ് ചെയ്തത്. അവിടുന്ന് ഏകദേശം ഹാരോൾദാസ് കാണിച്ചപ്പോ തന്നെ ബാഡാസ് സോങ് സ്റ്റാർട്ട് ചെയ്ത് അതും കറക്റ്റ് ആ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ ലിയോ എന്നുള്ള സംഭവം വരും ചെയ്തു അല്ലെ. അത് മാത്രല്ല പ്രത്യേകിച്ച് ഹാരോൾദാസിനാണ് ഭയങ്കര ദേഷ്യമുള്ള പോലെ എനിക്ക് തോന്നിയത്. ആന്റണിദാസ് കാരണം എന്ന് വെച്ചാൽ ആന്റണിദാസിന് അത്രയും ഡയലോഗും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹാരോൾദാസിനാണ് ഭയങ്കര ദേഷ്യം പോലെ ഉണ്ടായിരുന്നത്. ആന്റണിദാസ് തന്നെയാണ് അവിടെ ഹൈപ്പും കൊടുത്തിരിക്കുന്നത് ലിയോന്. അതായത് 4 ആളാണെങ്കിൽ പാർത്ഥിപനാണെങ്കിൽ 4 പേര് മതി. പക്ഷെ ലിയോ ആണെങ്കിൽ ഈ ഊര് പോരാന്നാണ് പറയുന്നത്. തന്നെ പോവാണ് അങ്ങനെ വിളിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അവിടെ മറ്റേ എന്താ പറയാ ഹാരോൾദാസ് അവിടെ തന്നെ നിൽക്കുകയാണ്. എന്താ സംഭവം എന്നറിയില്ല, ഇനി എന്താ നെക്സ്റ്റ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഊര് തന്നെ ഇളകി പോയിട്ടുണ്ട് അവിടെ നിന്ന്. അതായത് ബ്ലഡി സ്വീറ്റ് ആണെന്ന് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഓൾറെഡി എനിക്ക് തോന്നുന്നു പാർത്ഥിപൻ അറിയാം. ആ ഫോട്ടോ എടുത്തോണ്ട് പോയപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർത്ഥിപൻ ആയുധങ്ങൾ സെറ്റാക്കി വെക്കണേ. പലതരം ആയുധം, പാമ്പിനെ വെട്ടണതും കിരീടം, പാമ്പിനെ വെട്ടുന്ന സാധനം, എല്ലാ സംഭവം ഉണ്ട്. നമ്മൾ അറിയില്ലേ ഈ മറ്റേ വിരുന്നുകാരൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോ ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പോലെയാണ് എന്താ പറയാ പാർത്ഥിപൻ തന്റെ അച്ഛനെയും അച്ഛന്റെ പടകളെയും വരവേൽക്കുന്നതിന് വേണ്ടിട്ട് സാധനങ്ങൾ ചെയ്യുന്നത്. കിരീടം വേണോ, അവസാനം നല്ല അടിപൊളി വാളും നല്ലൊരു വാളും വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ തൃശ്ശ ചോദിക്കൊന്നുമില്ല എന്തിന് ഇത്ര ആയുധങ്ങളൊന്നും. അത് വേറൊരു സ്ഥലത്താണ് കണ്ടായിരുന്നു, ബാക്കിലൊരു സ്ഥലത്താണ് സംഭവം ചെയ്തോണ്ടിരിക്കുന്നത്. മോൾക്ക് മാത്രം അറിയില്ല. മക്കളൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അതാണ് മക്കള് ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിംഗ് മക്കളായിരിക്കും. പിന്നെ ഈ സാധനങ്ങളൊക്കെ എനിക്ക് അവിടെ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. അവിടെ ഫാമിംഗ് ഒക്കെ അവർക്ക് ഉണ്ട്, കണ്ടായിരുന്നു. കുതിരനൊക്കെ കാണിക്കുന്നുണ്ട്. അല്ല അങ്ങനെയല്ല, കുതിരനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലം. അതല്ല ന്യായീകരിക്കുന്നതല്ല, ആ ലൊക്കേഷൻ കണ്ടായിരുന്നില്ലേ. ആളെ ഡ്രസ്സും അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ ശരിക്കും നടക്കുന്നുള്ള ശരിക്കും തൃശ്ശക്ക് നോക്കണം പോയി. നമുക്ക് കാണാം. അത്രേ ഉള്ളൂ. ബൈ ബൈ.